56 ദിവസത്തെ മുറജപത്തിനൊടുവിൽ ലക്ഷദീപം കൊണ്ട് അനന്തപുരിയുടെ ആരതി 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലക്ഷദീപ ചടങ്ങ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചൈതന്യപൂരിതമാക്കി. ഇത് പുണ്യസംക്രമവേളയിലെ അനന്തപുരിയുടെ മകരവിളക്ക്. 56 ദിവസത്തെ മുറജപം കൊണ്ട് പടുത്തുയർത്തിയ മന്ത്രഗോപുരത്തിന് സന്ധ്യയുടെ ദീപാരതി. 6 വർഷത്തിലൊരിക്കൽ മാത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന മുറജപത്തിന് ലക്ഷദീപത്തിന്റെ മഹാശോഭയിൽ പരിസമാപ്തി. മലയാള മണ്ണിലെ ഏറ്റവും പ്രൗഢവും വലുതുമായ ക്ഷേത്രമതിലകത്ത് 1 ലക്ഷം ദീപങ്ങൾ ഒരുമിച്ച് തൊഴുതുണർന്നു. ചുറ്റുവിളക്കുകളും അഴിവിളക്കുകളും കമ്പവിളക്കുകളും ആയിരക്കണക്കിന് മൺചിരാതുകളും പ്രകാശം ചൊരിഞ്ഞു. അതിനൊപ്പം ലക്ഷോപലക്ഷം വൈദ്യുത ദീപങ്ങളും കൺതുറന്നു. ഭാരതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ക്ഷേത്രാനുഷ്ഠാനമായ മുറജപത്തിലെ അവസാന മുറശൈവേലിയെ വരവേൽക്കുന്നതിന് വേണ്ടിയാണ് ലക്ഷദീപം. കൽത്തൂണുകളിൽ കുലവാടകൾ കൊണ്ട് അലങ്കരിച്ച പ്രദക്ഷിണ വഴിയിലേക്ക് ശ്രീപത്മനാഭനും പരിവാരമൂർത്തികളും ഗരുഡവാഹനത്തിൽ എഴുന്നള്ളി. മുറജപം പൂർത്തിയാക്കും മുമ്പ് ഉത്രാടം തിരുനാൾ മഹാരാജാവ് നാട് നീങ്ങിയ സാഹചര്യത്തിൽ അടുത്ത സ്ഥാനിയായ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ ഉടവാൾ ഏറ്റെടുത്ത് ശീവേലിക്ക് രക്ഷാപുരുഷനായി നിന്നു. തരണനല്ലൂർ തന്ത്രിയും രാജകുടുംബാംഗങ്ങളും വൈദിക പ്രമുഖരും നമ്പിമാരും ശീവേലിക്ക് അകമ്പടി സേവിച്ചു. പടയോട്ടത്തിന്റെ ഭാഗമായി നടന്ന ഹത്യകളുടെ പ്രായശ്ചിത്തമായി അനീഴം തിരുനാൾ മഹാരാജാവ് 2.5 നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയ മുറജപത്തിന്റെ ഏറ്റവും പൊലിമയാർന്ന കാഴ്ചയാണ് ലക്ഷദീപം എന്ന സമാപന ചടങ്ങ്. പ്രത്യേക പാസ് വഴി പ്രവേശനം നേടിയ 22,000-ഓളം പേർ ദീപക്കാഴ്ചയ്ക്ക് സാക്ഷിയായി.